ഹായ് ഹലോ സാമ്പത്തിക ഇടപാടുകളിൽ വളരെ പ്രധാനപ്പെട്ട രണ്ട് ഡോക്യുമെൻറ്റ്സ് ആണ് ആധാർ കാർഡും പാൻ കാർഡും. ഇവ രണ്ടും ലിങ്ക് ചെയ്യണമെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. കഴിഞ്ഞ 2023 ജൂലൈ 1 മുതൽ ആധാർ കാർഡും പാൻ കാർഡും തമ്മിൽ ലിങ്ക് ചെയ്തിട്ടില്ലെങ്കിൽ ആ പാൻ കാർഡുകളെല്ലാം അസാധുവായിട്ട് മാറിയിരിക്കുകയാണ്. നിങ്ങളുടെ ആധാർ കാർഡും പാൻ കാർഡും തമ്മിൽ ലിങ്ക് ചെയ്തിട്ടുണ്ടോ? സംശയമുണ്ടായിരിക്കും അല്ലേ? എന്നാൽ ഈ സംശയം തീർക്കാൻ വേണ്ടി ഉള്ള സൊല്യൂഷൻ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ അവരുടെ ഒഫീഷ്യൽ സൈറ്റിൽ തന്നിട്ടുണ്ട്. ആധാർ കാർഡും പാൻ കാർഡും ലിങ്ക് ചെയ്തിട്ടുണ്ടോ എന്ന് എങ്ങനെ ചെക്ക് ചെയ്യാം? ഇനി ലിങ്ക് ചെയ്തിട്ടില്ലാത്തവർക്ക് എങ്ങനെ ആധാർ കാർഡും പാൻ കാർഡും തമ്മിൽ ലിങ്ക് ചെയ്യാൻ പറ്റും എന്നീ രണ്ട് കാര്യങ്ങളാണ് ടാലന്റ് ഫോർ ടെക്കിൻ്റെ ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. ദിസ് ഈസ് ടാലന്റ് ഫോർ ടെക്. ജോയിൻ അസ്, ബി എ ടെക് പ്രോ. ലെറ്റ്സ് സ്റ്റാർട്ട് ദ വീഡിയോ. ആധാർ കാർഡും പാൻ കാർഡും ലിങ്ക് ചെയ്തിട്ടുണ്ടോ എന്ന് മൊബൈൽ ഫോൺ വഴിയോ കമ്പ്യൂട്ടർ വഴിയോ നമുക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. അതിനായിട്ട് നിങ്ങളുടെ മൊബൈൽ ഫോണിലോ കമ്പ്യൂട്ടറിലോ ഉള്ള ഡീഫോൾട്ട് ബ്രൗസർ ഓപ്പൺ ചെയ്യുക. ഞാനിപ്പോൾ എൻ്റെ മൊബൈൽ ഫോണിലുള്ള ഗൂഗിൾ ക്രോമാണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. ഈ ഗൂഗിൾ ക്രോമിൻ്റെ സെർച്ച് ബാറിൽ ഇൻകം ടാക്സ് എന്ന് സെർച്ച് ചെയ്യുക. ഇൻകം ടാക്സ് എന്ന് സെർച്ച് ചെയ്ത് നമ്മൾ ആ പേജ് ഓപ്പൺ ചെയ്യുമ്പോൾ അതിൽ ഫസ്റ്റ് വരുന്ന സൈറ്റാണ് incometax.gov.in. ഇത് ഇൻകം ടാക്സിൻ്റെ ഒഫീഷ്യൽ സൈറ്റാണ്. അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് ഓപ്പണായി വരുന്ന ഇൻ്റർഫേസ് ഇൻകം ടാക്സിൻ്റെ എല്ലാ ഡീറ്റെയിൽസും നമുക്കിതിൽ അറിയാൻ പറ്റും. ഇതിൽ ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ്. അതായത് ആധാറും പാൻ കാർഡും കൂടി ലിങ്ക് ചെയ്യാൻ, ലിങ്ക് ചെയ്തിട്ടുള്ള ആധാറിൻ്റെയും പാൻ കാർഡിൻ്റെയും സ്റ്റാറ്റസ് അറിയാൻ, അതേപോലെ തന്നെ നമ്മുടെ എത്രമാത്രം ഇൻകം ടാക്സ് നമുക്ക് പേ ചെയ്യേണ്ടത്, ഇൻകം ടാക്സ് കാൽക്കുലേറ്റർ, ഇതുപോലുള്ള ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് ഈ ഒരു പേജിൽ അവൈലബിൾ ആണ്. നമുക്ക് ലിങ്ക് ആധാർ എന്നൊരു ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഓപ്ഷൻ ആധാർ കാർഡും പാൻ കാർഡും കൂടി ലിങ്ക് ചെയ്യാൻ വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ ജസ്റ്റ് ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കാണിക്കാം അതിലെന്തൊക്കെയാണ് വരുന്നതെന്ന്. ഈ കഴിഞ്ഞ വർഷം 2023 ജൂലൈ 1 മുതൽ ആധാർ കാർഡും പാൻ കാർഡുമായിട്ട് ലിങ്ക് ചെയ്യാത്ത പാൻ കാർഡെല്ലാം അസാധുവായിട്ട് മാറിയിരിക്കുകയാണ്. അതിന് മുന്നേ വരെ നമുക്ക് ഫ്രീ ആയിട്ട് ലിങ്ക് ചെയ്യാമായിരുന്നു. എന്നാൽ അതിനുശേഷം, അതായത് 2023 ജൂലൈ 1 മുതൽ 1000 രൂപ പേയ്മെൻറ്റ് ചെയ്തുകൊണ്ട് മാത്രമാണ് നമുക്ക് ആധാർ കാർഡും പാൻ കാർഡും കൂടി ലിങ്ക് ചെയ്യാൻ പറ്റുന്നത്. ഈ ഒരു പേജിൽ പാൻ കാർഡ് ഡീറ്റെയിൽസും ആധാർ നമ്പറും എൻ്റർ ചെയ്ത് കൊടുക്കുക. എൻ്റർ ചെയ്ത് കൊടുത്തിട്ട് താഴെ വാലിഡേറ്റ് എന്നൊരു ഓപ്ഷനുണ്ട്. അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാനും അതേപോലെ ബാക്കി ഡീറ്റെയിൽസ് എൻ്റർ ചെയ്തുകൊണ്ട് ആധാർ കാർഡും പാൻ കാർഡും കൂടി ലിങ്ക് ചെയ്യാനും കഴിയും. അത് ചെയ്തിട്ടില്ലാത്തവർ ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് ചെയ്യുക. എന്നാൽ നമുക്കിപ്പോൾ വേണ്ടത് ആധാർ കാർഡും പാൻ കാർഡും ലിങ്ക് ചെയ്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുകയാണ്. അതിന് വേണ്ടിയിട്ട് ലിങ്ക് ആധാർ സ്റ്റാറ്റസ് എന്ന ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ അടുത്തൊരു പേജ് ഓപ്പണായിട്ട് വരും. ആ ഓപ്പണായിട്ട് വരുന്ന പേജിൽ നമുക്ക് നോക്കിയാൽ പാൻ കാർഡ് നമ്പറും ആധാർ കാർഡ് നമ്പറും എൻ്റർ ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. അതിൽ പാൻ കാർഡ് നമ്പർ അവിടെ നിങ്ങൾക്ക് കൊടുത്ത നിങ്ങളുടെ പാൻ നമ്പർ എന്താണോ അത് തെറ്റുകൂടാതെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഞാൻ എൻ്റെ പാൻ നമ്പർ അവിടെ എൻ്റർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് ആധാർ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. പാൻ നമ്പറും ആധാർ നമ്പറും എൻ്റർ ചെയ്തതിന് ശേഷം വ്യൂ ലിങ്ക് ആധാർ സ്റ്റാറ്റസ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു മെസ്സേജ് അവിടെ ഡിസ്പ്ലേ ആയിട്ട് വരുന്നത് കാണാൻ പറ്റും. എനിക്ക് വന്ന മെസ്സേജിൽ യുവർ പാൻ നമ്പർ കൊടുത്തിട്ടുണ്ട്, ഈസ് ഓൾറെഡി ലിങ്ക്ഡ് ടു ഗീവൺ ആധാർ, എൻ്റെ ആധാർ നമ്പർ കൊടുത്തിട്ടുണ്ട്. അതായത് എൻ്റെ പാൻ കാർഡും ആധാർ കാർഡും കൂടി ലിങ്ക്ഡ് ആണെന്നാണ് ഈ മെസ്സേജിൻ്റെ മീനിങ്. ഇൻ കേസ് ഇവ തമ്മിൽ ലിങ്ക്ഡ് അല്ല എങ്കിൽ ഇവിടെ ലിങ്ക് ചെയ്തിട്ടില്ല എന്നൊരു മെസ്സേജ് നമുക്ക് ഡിസ്പ്ലേ ആയിട്ട് കാണാൻ പറ്റും. ഇതുവഴി ഈ ഒരു ഒഫീഷ്യൽ സൈറ്റ് വഴി ഇൻകം ടാക്സ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ഈ ഒരു ഒഫീഷ്യൽ സൈറ്റ് വഴി ആധാർ കാർഡും പാൻ കാർഡും കൂടി ലിങ്ക് ചെയ്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ പറ്റും. ലിങ്ക് ചെയ്തിട്ടില്ലാത്തവർക്ക് 1000 രൂപ പേയ്മെൻറ്റ് ചെയ്തുകൊണ്ട് ലിങ്ക് ചെയ്യാനുള്ള ഓപ്ഷനും ഈ ഒരു സൈറ്റിൽ അവർ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപയോഗപ്രദമാകുമെന്ന് വിശ്വസിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ.